അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണർ ഒക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ഗരാറിൽ പാർക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ദാസന്മാരെല്ലാം അവർ കുടിക്കാനായി ഉറവയ്ക്കു വേണ്ടി ഒരു കിണർ കുഴിച്ചു. ആ കിണർ ഫെലിസ്ത്യർ കല്ലിട്ട് അല്ലെങ്കിൽ മണ്ണ് നിറച്ച് അതിനെ മൂടിക്കളഞ്ഞു. സ്തോത്രം. അതേ ഗരാറിൽ തന്നെ സ്തോത്രം തൻ്റെ മകനായ ഇസഹാക്ക് അവിടെ വരികയാണ്. എന്നാൽ 16-ാമത്തെ വാക്യം വായിക്കുന്നു, അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലമുള്ളവനായതുകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു. കണ്ടോ, അബ്രഹാമിനേക്കാൾ ശക്തനായിരുന്നു ഇസഹാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ര വാഴ്ത്തത്വം നിറഞ്ഞ ഒരു ഇസഹാക്ക്. ആമേൻ. അപ്പൻ പാർത്തിരുന്ന ഗരാറിൽ സ്വർഗത്തിലെ ദൈവം അവനെ അവിടെ കൊണ്ട് ഗരാറിൽ താമസിപ്പിച്ചു. നോയിക്കേ, ഈ അബീമേലെക്ക് എന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ ഫെലിസ്ത്യരുടെ രാജാവാണ്. അപ്പോൾ രാജാവാണ് പറയുന്നത്, നീ ഞങ്ങളെക്കാളും ശക്തനാണ് നീ, അതുകൊണ്ട് നീ ഇവിടെ പാർക്കണ്ട, ഞങ്ങളെ വിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ നോക്കൂ, 2-ാം വാക്യം പറയുന്നു, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക്, ഞാൻ നിന്നോട് കൂടെയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. കണ്ടോ, ഗരാറിൽ കൊണ്ടുവന്ന വെറുതെ അല്ല, ദൈവം തൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് കൊടുത്ത വാഴ്ത്തത്വമാണ് അല്ലെങ്കിൽ ദൂതാണ് നിവർത്തിക്കാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോടും മാതാക്കന്മാരോടും വളരെ ശക്തമായി ഇത് ദൂത് തന്നെ കൈമാറാം. പിതാക്കന്മാരോട് ഇരുന്നപ്പോൾ പറഞ്ഞ ദൈവാലോചന പലപ്പോഴും നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. അത് ഈ തലമുറയിൽ, നിന്റെ തലമുറയിൽ കൂടെ ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വാഴ്ത്തത്വം പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. മാനിക്കാമെന്ന് പറഞ്ഞാൽ നമ്മെ മാനിക്കും. ശ്രേഷ്ഠകരമായി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ടോ, അബീമേലെക്കിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ശക്തിയോടെ, അതിൻ്റെ പ്രഭയോടെ ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനായി. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ പാർത്തു. ആ സ്ഥലത്ത് ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചത്, അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. റബേക്ക ഭയങ്കര സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എലിയാസർ ഇവളെ കാണാൻ ഇസഹാക്കിന് ഒരു പെണ്ണ് നോക്കാൻ വേണ്ടി പോകുമ്പോൾ എലിയാസർ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവളെ ബോധിച്ചു. റബേക്കയെ അവനെ ഭാര്യയായി എടുക്കുമ്പോൾ അവൾ ഭയങ്കര സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. സഹോദരൻ നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ എന്ന് പറയുവാൻ അവൻ എന്ത് ചെയ്തു? ശങ്കിച്ചു. കാരണം അത്ര സൗന്ദര്യമുള്ളതായതുകൊണ്ട്. ഒരു സമയത്ത് തൻ്റെ അബ്രഹാം ഇതുപോലെ പറഞ്ഞല്ലേ, എന്താ പറഞ്ഞേ? സാറയെ നോക്കി, സാറ എൻ്റെ ഭാര്യയല്ല, പിന്നെ ആരാ? സഹോദരി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേ ഒരു അവസരത്തിൽ തന്നെ മോനും ഇസഹാക്കും പറഞ്ഞെന്താ അറിയാം? ശങ്കിച്ചു ഭാര്യ എന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ചില വാഴ്ത്തത്വങ്ങളും ദൂതുകളും ചില നന്മകളും ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം നമ്മൾ ഉണ്മയോടെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ പിതാവ് സഞ്ചരിച്ച സ്ഥലത്തിൽ നിന്ന് പിതാവിനേക്കാൾ അതിവേഗത്തിൽ ശക്തനാക്കാൻ ഈ തലമുറയിൽ ചില തലമുറകളെ ദൈവം കരത്തിലെടുക്കുമ്പോൾ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആത്മീക സ്തോത്രം സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം മാനിക്കും. കാരണം മുൻപ് പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ പറഞ്ഞ വാഴ്ത്തത്വങ്ങളും പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ പറഞ്ഞ ദൂതുകളും ഇന്നും നിവർത്തിക്കാതെ കുറേ കിടപ്പുണ്ട്.
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ കിടക്കുന്നതിനെ നിവർത്തിച്ചു തരാൻ എൻ്റെ കർത്താവിന് കഴിയും. അതിനുകൊണ്ട് എന്ത് ചെയ്യണം? ആ വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിക്കുക. വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വലിയ വിശാലത നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്തൊക്കെയാണോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, എന്തൊക്കെയാണോ നമ്മൾ സന്നിധിയിൽ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും, അതേപോലെ നിറവേറ്റുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ തന്നെയാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, അബ്രഹാമിന് വാഴ്ത്തത്വം ചെയ്ത ദേശത്ത്, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ സ്തോത്രം നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആദരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അവൻ്റെ സന്തതിയെ ഞാൻ എന്ത് ചെയ്യും? മാനിക്കും. അപ്പോൾ പിതാവ് ദൈവസന്നിധിയിൽ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒരു നിയോഗം പോലെ സകല കൽപ്പനകളും അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് ആ വാഴ്ത്തത്വം എല്ലാം വന്നു ചേർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ മക്കൾ ഉള്ള പിതാക്കന്മാരെ സ്തോത്രം, നിങ്ങളോടാ ദൂത് പറയുന്നേ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എത്രത്തോളം ശോഭിക്കാൻ പറ്റുമോ അത്രത്തോളം ശോഭിച്ചാൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് കേട്ടോ. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ കണ്ടുപിടിച്ച് മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ സ്തോത്രം മടിച്ചു പോകേണ്ട. കാരണം ദൈവം നിങ്ങളെക്കുറിച്ച്, ദൈവത്തിന് വലിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ട് കേട്ടോ. അതേപോലെ സംഭവിക്കും ഈ ദിവസങ്ങളിൽ. കണ്ടോ, അവന് കൊടുത്തിരിക്കുന്ന ആ പ്രൈസ് ദി ലോർഡ് ദേശത്ത് അവന് ദൈവം താമസിക്കുക മാത്രമല്ല, ആ ദേശം അവന് ദൈവം കൊടുത്തു. ഇന്ന് പകലിൽ ഭൂമിയില്ലാതെ, വീടില്ലാതെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിനക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് കേട്ടോ. പരിഹസിക്കുന്നവർ കാണാം, സ്തോത്രം, പഴിക്കുന്നവർ കാണാം, പക്ഷേ ഉള്ളതുള്ളതുപോലെ അറിയുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. പരിഹസിക്കട്ടെന്നേ, അവർ പഴിക്കട്ടെ, അവർ കുറ്റങ്ങൾ പറയട്ടെ, അവർ നിന്നെ കളിയാക്കട്ടെ. ഒരു വീടില്ലാത്തവനെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും, നീ മരിച്ചാൽ ഇവിടെ കുഴിച്ചിടുമെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും, അവൻ്റെ തലമുറയെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട് കേട്ടോ. അബ്രഹാമിന് കൂടാരം അടിച്ചും പൊളിച്ചുമെന്ന അബ്രഹാമിനെ അവൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ കടികാരത്തുനിന്ന് പുറപ്പെട്ട തൻ്റെ ഇസ്ഹാക്കിനെ കൈവിടാതെ ചേർത്തണച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം 2-ാം ദിവസം പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ കളിയാക്കപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ തകർക്കപ്പെടുന്നത്? വീടിൻ്റെ പേരിനാണോ, സ്വത്തിൻ്റെ പേരിനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തൊക്കെയാ നിങ്ങൾക്ക് വരുന്ന വേദനകൾ? പറഞ്ഞോ ദൈവത്തോട്. ദൈവം പരിഹാരകനാ. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെ ചെയ്യുന്ന കർത്താവാണ്. അങ്ങനെയെങ്കിൽ നിന്റെ പരിഹാസങ്ങൾ തീരാൻ പോകുന്നു ഇസഹാക്കേ. നിന്റെ പരിഹാസങ്ങൾ മാറാൻ പോകുന്നു. കാരണം നിന്റെ പിതാവ് ദൈവത്തിന് ഉണ്മയുള്ള ചെയ്തത് കൊണ്ട് ഈ തലമുറയിൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. വാഴ്ത്തത്വങ്ങളും നന്മകളും കൊടുത്ത് ജനത്തെ ഉയർത്തണമേ. അങ്ങോട്ട് ഈ ദിവസങ്ങളിൽ ദൈവം വലിയ ശക്തമായി ജനത്തെ മാനിക്കുന്നതിനായി സ്തോത്രം. കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.